ഈ ലോകം മൊത്തവും നിങ്ങൾക്കറിയാം മറ്റു മതസ്ഥർ എന്ന് പറയുന്ന മറ്റ് മതസ്ഥർ എന്ന് എനിക്ക് അവരെ വിളിക്കാൻ കഴിയുന്നില്ല. അതൊരു ചിന്താരീതി മാത്രമാണ്. രണ്ടു തരത്തിലുള്ളവരെ കുറിച്ച് ചിന്തിച്ചാലും അതൊരു ചിന്താരീതി മാത്രം. മതസ്ഥർ എന്ന് എനിക്ക് അവരെ വിളിക്കാൻ ഒന്ന് കൊള്ളസംഘവും ഒന്ന് മറ്റൊന്നുമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലോകം എമ്പാടും നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആരാധനാലയങ്ങൾ എന്ന് പറയുന്ന ബിൽഡിങ്ങുകൾ ഇന്ന് നമ്മുടെ ധർമ്മത്തിന്റെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമാണ് അതിന് ഇനി മാറ്റം വരാനുള്ളത്. അതാകും. അതിന്റെ ഒരു തുടക്കമാണ് ഈ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ മുകുന്ദന്റെ നാമം ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വന്നിരിക്കും. എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. എന്റെ മിത്രങ്ങളായ മറ്റു മതസ്ഥർ എന്റെ ധർമ്മത്തിലേക്ക് വരുന്ന കാലമാണ്. 10 മിനിറ്റ് വിശ്രമത്തിൽ ഇരിക്കാന്ന് വിചാരിച്ചാൽ സമ്മതിക്കരുത്. അപ്പോഴേക്കും ഓരോരുത്തർ ഓരോ ക്ലിപ്പായിട്ട് വരും. മുസ്ലിം സമൂഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവരൊരു മതമല്ല, ഒരു കൊള്ളസംഘമാണെന്ന്. പ്രിയപ്പെട്ട സ്വാമി വിനയപുരസ്സരം പറയാണ്, ഈ റിച്ചാർഡ് എം ഈറ്റന്റെ പേർഷ്യനെറ്റ് ഇന്ത്യ വായിച്ചിട്ടുണ്ടാ? ആരാണ് ഇന്ത്യ മഹാരാജ്യത്തെ യഥാർത്ഥ കൊള്ളക്കാർ? അവനവൻ്റെ സ്വന്തം ദൈവത്തിൻ്റെ ഉൻസേന് വരെ ആരാ അടിച്ചുകൊണ്ട് പോയെന്ന് ഞാൻ ഇപ്പോൾ തെളിയിച്ചത്. റിച്ചാർഡ് എം ഈറ്റന്റെ പേർഷ്യനെറ്റ് ഇന്ത്യയാണ്. ഇതിൻ്റെ 31ാമത്തെ പേജിൽ രസകരമായിട്ട് ആ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ചോള സാമ്രാജ്യം 848 മുതൽ 1279 മഹാരാജാവ് രാജേന്ദ്ര ഒന്നാമൻ്റെ ഭരണം. ഇനി ശ്രദ്ധിക്കണം, ഇന്ത്യയുടെ കിഴക്കൻ മേഖലയായ ബംഗാളിലെ പാല സാമ്രാജ്യം 750 മുതൽ 1161 രാജാവ് മഹിപാലയെ കീഴടക്കി തെക്കുനിന്ന് വന്നവർ ശിവന്റെ വെങ്കലപ്രതിമ കടത്തിക്കൊണ്ടുപോയാണ് വിജയകിരീടം ചൂടിയത്. ശിവന്റെ വെങ്കലപ്രതിമ അടിച്ചുകൊണ്ട് പോയിട്ടാണ് വിജയകിരീടം ചൂടിയത്. മഹിപാല പരിരക്ഷിച്ചു പോന്ന രാജകൊട്ടാര ക്ഷേത്രത്തിലേതായിരുന്നു ഈ വിഗ്രഹം. ദീർഘകാലമായി ഈ പടയോട്ടത്തിനിടെ ഒറീസയിലെ കലിംഗ രാജാവിൽ നിന്ന് ഭൈരവി, കാളി എന്നിവയുടെ വിഗ്രഹങ്ങളും അവർ പിടിച്ചെടുത്തു. പാലരാജാവിൽ നിന്ന് കവർന്ന അമൂല്യരത്നങ്ങൾക്കൊപ്പം ഇവയും ചോള തലസ്ഥാന നഗരിയിലേക്ക് യുദ്ധം മുതലായി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ആരാണ് ഇന്ത്യയുടെ ഭൂതകാലത്ത് കൊള്ളക്കാർ? അവനവന്നെ ദൈവമായി കാണുന്നതിൻ്റെ ഉൻസേനി വരെ അടിച്ചുകൊണ്ട് പോകണ ആരാണെന്ന് ഇപ്പം ഇതിൽ നിന്ന് മനസ്സിലായി. ഇനി ഈ വിഗ്രഹക്കൊള്ള ഇതുകൊണ്ടൊന്നും അവസാനിച്ച കഥയൊന്നുമല്ല. കാശ്മീരിലെ രാജാവായിരുന്ന, ചരിത്രത്തിൻ്റെ താളുകളിൽ ഒരിക്കലും മായ്ക്കപ്പെടാൻ പറ്റാത്ത ഹർഷരാജാവ്, അദ്ദേഹത്തിൻ്റെ സൈന്യാധിപരിൽ ഒരു കാറ്റഗറിയുടെ പേര് ദേവോത്പദന നായകൻ എന്നാണ്. അതായത് ഇവരുടെ പണി, ഈ ദേവോത്പദന നായകൻ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽപ്പെട്ട ആളുടെ പണി എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ധ്വംസിക്കുക, ക്ഷേത്രം കൊള്ളയടിക്കുക, അതിലെ വിഗ്രഹങ്ങളാണെങ്കിലും അമൂല്യമായ രത്നങ്ങളാണെങ്കിലും അടിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ താളുകളിൽ ചോദിച്ചാൽ റഫറൻസ് വേണമെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് അങ്ങോട്ട് തരും. പിന്നെ സ്വാമി പറയുന്നത് കേട്ട് പിന്നെ സ്വാമി ഒരു പോയിന്റ് പറഞ്ഞു, പള്ളികളൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരാധനാലയങ്ങളെയൊക്കെ മാറി ഇപ്പോൾ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി മാറാൻ പോവുകയാണ്, അതിൻ്റെ മാറ്റൊലിയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞു. ഓക്കെ, ശരി സ്വാമി, നമ്മൾ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട്, യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. ഇവിടെ മുസ്ലിം സമൂഹം രൂപപ്പെട്ടു വരുന്ന സമയത്ത് തന്നെ വലിയൊരു ഭൂരിപക്ഷം സ്വാമി ഒക്കെ നിലകൊള്ളുന്ന സനാതനധർമ്മമാണല്ലോ. ഈ ഇസ്ലാം ഇന്ത്യ, ലോകത്ത് ഒട്ടാകെയല്ല, ഇന്ത്യയിൽ വളർന്നിട്ട് ഇതുവരെയുള്ള ഇസ്ലാം വന്ന കാലം മുതൽ ഇക്കാലം അത്രയും വളർന്നതിൻ്റെ 10-1 അങ്ങ് പുണ്യപുരാതന സംസ്കാരമാണെന്ന് പറഞ്ഞ ആശയം വളർന്നിട്ടുണ്ടോ? ഇന്ത്യയുടെ അതിർത്തി വിട്ടി അത് പുറത്തോട്ട് പോയിട്ടുണ്ടോ? ഇപ്പം അറേബ്യൻ ഭൂഖണ്ഡത്തിൽ ഉടലെടുത്ത ഇസ്ലാം ഒന്നാമത്തെ മനുഷ്യനായ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തായ് വഴിയായിട്ട് എത്തിച്ചേരുന്നു. മുഹമ്മദ് നബി പ്രതിനിധാനം ചെയ്ത ഇസ്ലാം മാത്രം, അത് മാത്രം നോക്കുക. അത് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഈ ലോകത്ത് മുഴുവനും, ഇന്ന് ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങളിലും മുസ്ലിമീങ്ങളുണ്ട്. യഥാർത്ഥ മുസ്ലിമീങ്ങൾ ആ ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് അവർക്ക് ദൈവം അള്ളാഹുവാണ്, അവർക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, അവർക്ക് വേദഗ്രന്ഥം വിശുദ്ധമായ ഖുർആനാണ്. ഇങ്ങനെ ഈ ആശയത്തിൽ ഊന്നി ജീവിക്കുന്ന കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ, 2 ബില്യൺ മുസ്ലിമീങ്ങൾ ലോകത്തൊട്ടാകെയുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യ മഹാരാജ്യത്ത് ഇസ്ലാം വളർന്നതിൻ്റെ 10-1 വളർന്നിട്ടുണ്ടോ? അതിർത്തി ഭേദിച്ച് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ? ആരെ ആക്ഷേപിക്കാനും പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അതുകൊണ്ട് സ്വധർമ്മത്തിലേക്ക് എല്ലാവരും മടങ്ങി വരികയാണെന്ന് മിഥ്യാധാരണ പറയുന്നതിനപ്പുറത്ത് ആ പറയുന്ന സമയം കൊണ്ട് ഒന്ന് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഒന്ന് സെർച്ച് ചെയ്ത് പരിധി നമ്മുടെ നാടും നഗരവും ആ നാട്ടിലെ വർത്തമാനങ്ങളൊക്കെ ഒന്ന് അറിയുക. അപ്പോൾ മനസ്സിലാകും ഏതൊക്കെ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സന്യാസി വര്യനോട് ബഹുമാനപുരസൻ ഞാൻ പറയുകയാണ്, മഹിതമായ സംസ്കാരമെന്ന് നമ്മൾ പറയുമ്പോൾ ആ മഹിതമായ സംസ്കാരത്തിൻ്റെ പേരിൽ നമ്മൾ എന്തെല്ലാം ഉൾക്കൊള്ളേണ്ടി വരുമെന്ന് സ്വാമിക്ക് അറിയോ? ഞാനിവിടെ ചുവടെ കാണിക്കുന്ന ചിത്രം മാത്രം നോക്കി, മാതൃഭൂമി പുറത്ത് വിട്ടതാണ് അവരുടെ ഓൺലൈൻ പോർട്ടലിൽ.
അതായത് മനുഷ്യൻ്റെ മാംസം വരെ കഴിക്കുന്നു വിശ്വാസത്തിൻ്റെ പേരിൽ, സംസ്കൃതിയുടെ പേരിൽ. ഇതൊക്കെയാണ് മഹിതമായ സംസ്കാരം എന്ന പേരിൽ. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നൊരാശയത്തിൻ്റെ ഭാഗമാക്കാൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, മജ്ജയും മാംസവും ബോധവും ചിന്ത ഗ്രാഹ്യമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അവർ നിർജീവാവസ്ഥയിലോ ബുദ്ധിക്ക് ഭ്രമമോ സംഭവിക്കേണ്ടി വരും. ഓക്കെ.